നമ്മൾ ഒരുപാട് ഫുഡ് കൊടുക്കുന്നുണ്ടാണോ? ട്യൂബ് എടുത്ത് മാറ്റാനൊന്നും പറയല്ല വിശ്വട്ടാ. അമ്മേനെ പട്ട് കിടന്ന് മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ട്യൂബ് മാറ്റണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എൻ്റെ അമ്മയല്ലടാ. അതിന് നീ എവിടെയായിരുന്നു? വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ ധന്യൻ്റെ വീട്ടിൽ പോയി. നിന്റെ കയ്യിൽ വാച്ചൊന്നുമില്ലേ? അവിടുത്തെ പോലെ അർദ്ധരാത്രി വരെ കണ്ട ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി നടന്നിട്ട് ഈ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. ഓ ശരി. അതെവിടെ വെക്കണ്ടേ? ഓക്കെ എവിടെ വെക്കണ്ടേ? സേതു അങ്ങനെ കബേർഡ് തപ്പിയപ്പോൾ കിട്ടിയ ഒരു റോ അതോട്ടോ. നല്ല സാധനമാണല്ലേ. ഞാൻ പറഞ്ഞില്ലേ, സേതു നിങ്ങളാൾ കാണുന്ന പോലെയൊന്നുമല്ല. കളിയാട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? രസമായിരുന്നു കളിയാട്ടവും അത് കഴിഞ്ഞും എല്ലാം. അത് കഴിഞ്ഞ് എന്ത്? ലാപ്പിലെന്തെങ്കിലും ബ്രൗസ് ചെയ്തോ? ഞാൻ പാൽ കൊടുക്കാം. സ്പ്രേ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് നല്ല മണം കിട്ടുന്നുണ്ട്. ചെറിയ അത് ഞങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി. എൻ്റെ അതോടെ അത് ഞാൻ പുറത്തേക്ക് എറിഞ്ഞു. മുഴുവനോ? ഇല്ല, ജോയിന്റ് മാത്രം. ബാക്കി ഇവിടെ ഉണ്ട്. എൻ്റെ കൂടെ കൂടുന്നോ?
എന്നെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. ഞാനും നോക്കിയതാ. കുട്ടി, നിങ്ങൾ വിളിക്കുന്നോ? ഇതൊക്കെ വലിക്കാനുള്ള പ്രായമാണോ നിങ്ങൾക്ക്? പുരടുക്കുന്ന നിന്റെ അച്ഛൻ മണ്ടനാ. അത് ശരിയാ. നിന്റെ അറിയാം. അതിൽ 2 കൂടി 24 മണിക്കൂർ എന്നെ പൊട്ടാന്ന് തുടങ്ങി. സേതു നിങ്ങൾ എന്തേ കല്യാണം കഴിക്കാത്ത? ആ, ആർക്കറിയാം. ഒരു തവണ എല്ലാം ശരിയായതാ. അറേഞ്ചഡായിരുന്നു. ഓളെനിക്ക് രഹസ്യമായിട്ട് ഇഷ്ടമായിരുന്നു. പക്ഷെ നടന്നില്ല. അതെന്ത്? അപ്പോഴല്ല നിന്റെ അച്ഛൻ ഒളിച്ചോടി പോയത്. എന്തൊക്കെ പൂലായിരുന്നു നാട്ടിലും വീട്ടിലും. എനിക്ക് മനസ്സിലാകത്ത് ഇവർക്കെന്ത് ഇത്ര ദേഷ്യം ഒരു ഹിന്ദു മുസ്ലിം കല്യാണത്തോട്. ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കല്യാണം ഇപ്പോഴും നടക്കില്ല. അതുകൊണ്ടാണോ നടക്കാഞ്ഞ്? അതൊരു കാരണം. വേറെയും കാരണമുണ്ടോ? ഞാൻ ഇന്നലെ രാത്രിത്തേനെ കുറിച്ച് കുറേ ആലോചിച്ചു. പറഞ്ഞത് കുറച്ചുകൂടി പോയി. നീ ക്ഷമിക്ക്. ഞാനും കുറച്ച് ഓവറായിരുന്നല്ലോ. സോറി. സത്യത്തിൽ ആ പ്രോപ്പർട്ടിയുടെ കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഏട്ടൻ ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരാവേശത്തിന് കുറച്ച് ഞാൻ പറഞ്ഞു പോയതാ. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, കാര്യങ്ങളൊക്കെ വേറെ മാതിരി ആയിരുന്നെങ്കിലും. ഇനി ആവാലോ. പക്ഷെ ഉള്ളിലുള്ളതൊക്കെ അങ്ങനെ തന്നെ കിടക്കുന്ന. റിട്ടേൺ ടിക്കറ്റ് എന്നത്തേക്കാ? 24 ക്യാൻസൽ ചെയ്യാം. കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോവാം. നിങ്ങൾ രണ്ടാളും വളരെ ക്ലോസ് ആയല്ലേ? എങ്ങോട്ടാ പോയത് വൈകുന്നേരം? കടവത്ത് പോയതാ വെടിക്കെട്ട് കാണാൻ. നല്ല രസമായിരുന്നു. ശരിയാ, ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. നിന്റെ ഒരു തെലുങ്ക് ചക്കരുണ്ടായിരുന്നില്ലേ, അവനവിടെ? മനു. ആ, മനു. അതങ്ങനെ പതുക്കെ പോയി. കുറച്ചായി ഇപ്പോൾ. എന്തുപറ്റി? എന്തൊക്കെയോ കോംപ്ലിക്കേറ്റഡ് ആണ്. ബന്ധങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും കോംപ്ലിക്കേറ്റഡാ. അടുക്കേണ്ടവരായിട്ട് അകലും, അകലേണ്ടവരായിട്ട് അടുക്കും. എഫെമറൽ എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. റിലേഷൻഷിപ്സ് ആർ എഫെമറൽ. പെട്ടെന്നില്ലാണ്ടാവും. ബന്ധങ്ങളിലൊക്കെ ഒരു അതിർവരമ്പുകളുള്ളത് നല്ലതാണ്. ബൗണ്ടറീസ്. കുറച്ച് ആളുകൾ നിൽക്കും,